ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം കേട്ടോ. നമ്മളിത് ഫിഷിങ്ങിന് പോയിട്ട് വന്നിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. വേറെ ഒന്നുമില്ല, നമ്മൾ നല്ല വെളുപ്പിനാണ് പോയത്. അപ്പോൾ ഇച്ചിരി വെട്ടത്തിൻ്റെ കുറവൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ അന്നേരം ഇൻട്രോ എടുത്തില്ല. പിന്നെ ഞങ്ങൾ 3 പേരാട്ടോ പോയത്. 3 പേരും വിഷ്ണുമാരാണ്. ഒന്ന് ഞാൻ വിഷ്ണു, ഒന്ന് ദാ നിൽക്കുന്ന വിഷ്ണു, ഒന്ന് ഈ നിൽക്കുന്ന വിഷ്ണു. ഞങ്ങൾ 3 വിഷ്ണുമാരും കൂടെയാണ് പോയത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ മീൻ കിട്ടി. 2 ചെമ്പല്ലി കിട്ടി, ഒരു ചെറുമീൻ കിട്ടി, 3 വാഹ കിട്ടി. അപ്പോൾ അത്യാവശ്യം നമ്മളിന്ന് വിചാരിച്ചതിലും കൂടുതൽ മീൻ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിപൊളിയൊരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും കയറി വീഡിയോ കണ്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് സെറ്റാവണം. പിന്നെ ലൈക്ക് ചെയ്യാൻ പ്രത്യേകം പറയാനുണ്ടല്ലോ, അത് ലൈക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് വീഡിയോയിലിട്ട് പോയേക്കാം. വിഷ്ണുപ്പൻ മീൻ അടിച്ചിട്ടുണ്ട്. ചെമ്പല്ലി എന്ത് മീനാന്നറിയില്ല. ചെമ്പല്ലി 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 ചെറുതാ, ചെറിയ സൈസാണ് കേട്ടോ. ചെറുതാ 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 ചെറിയ സൈസാണെന്ന് തോന്നുന്നു. ചെറുതാ കാരണം അടിച്ച് മിസ്സായതുള്ളൂ. ഇപ്പം ഒരു അടി അടിച്ച് മിസ്സായി 2 മിനിറ്റ് കൂടി അടുത്തുണ്ട്. എനിക്കറിയാം ഹുക്ക്. വള്ളക്കുണ്ട്. കുഴപ്പമില്ലാത്ത മീന. വിഷ്ണുവേ എടുത്തേക്കട്ടെടാ. എടുത്തെടുത്തു. അയ്യോ ഇല്ല, പോയില്ല. ചെമ്പല്ലി കിട്ടില്ല സാധനം. ഓക്കെ, ബിഷപ്പിനോട് ചോദിച്ചാൽ ഫസ്റ്റിൽ അടിച്ചത് എങ്ങനെയുണ്ടോ? ഹെവി അടിയായിരുന്നു. ഞാൻ അവിടെ ഒടിഞ്ഞു, അത് അടിയായി പോയി. 4 കിലോ റേഞ്ച് മിനിമം ഉള്ള ഉറപ്പാ, ഗ്യാരണ്ടി. വാച്ചന്മാരതെ കണ്ടല്ലോ, രാവിലെ വന്ന് 2ാമത്തെ ചെമ്പല്ലി നമ്മളെ വിഷ്ണുപ്രോയ്ക്ക് അടിച്ച് കയറുക കേട്ടോ. ഒരു 1 കിലോ സൈസുള്ള ചെമ്പല്ലിയാണ്. അടിച്ചത് ഭയങ്കര കോമഡി ആയിരുന്നു. ഒരു മീൻ നമുക്ക് അടിച്ച് നല്ല ഹെവി അടിയായിരുന്നു. അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി വല്ലാത്ത അടിയായി. ഞാനോർത്ത് സ്റ്റിക്ക് ഓടിഞ്ഞത്, അതുപോലെ സ്റ്റിക്ക് എടുത്തുകൊണ്ട് ഓടി. പക്ഷേ നമുക്കത് മിസ്സായിപ്പോയി. അത് പറഞ്ഞൊരാൾ സങ്കടപ്പെട്ടടാ പോയടാ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് അടുത്ത് എറിഞ്ഞൊരു 10 സെക്കൻഡ്, അതെ അതേ കൊണ്ട് പോയില്ല. 10 സെക്കൻഡ് അടുത്തടിച്ച് പുറകെ വന്നടിച്ചത് കണ്ടല്ലോ. കിട്ടലിന് സാധനം അടിച്ചിരിക്കുന്ന ലൂർ ഏതാ വിഷ്ണു ബ്രോ? ലുക്കാനയുടെ ക്യാറ്റോ. ലുക്കാനയുടെ ക്യാറ്റോയിൽ അടിച്ചിരിക്കുന്നുണ്ട്. നല്ല ലൂറായി. എനിക്കറിയത്തില്ല, നമ്മൾ ചെമ്പല്ലി ഇവിടുത്തെ അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ലൂറിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതാണ് ഞാൻ ചോദിച്ചു വിഷ്ണു ബ്രോയോട്. അറിയാവുന്ന നമ്മുടെ ആശാന്മാരെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ അവർ ചോദിക്കണ്ടേ. അപ്പം എന്തായാലും ഇതേ കണ്ടല്ലോ, കിട്ടില്ല സാധനം. എൻ്റെ മോനെ താത്തി കിട്ടില്ല പോയിട്ടാ, ഒരു രക്ഷയില്ല. അടിപൊളി എൻ്റെ മോനെ. കിട്ടില്ല നീല കളർ എൻ്റെ മോനെ. വിഷ്ണു കുഞ്ഞെടുത്തടാ. വിഷ്ണു അടുത്ത വീണ്ടും പോയക്കേട്ട്. ഞാൻ പറഞ്ഞില്ലേ ലിസ്റ്റിലെ 3ാമത്തെ ആള് സാധനം കയറ്റി. അത്രേ ഉള്ളൂ. 3 ആയിട്ടുണ്ട്. വേണ്ടെന്ന് നോക്കും സംഭവിക്കുന്നത് കേട്ടാ. വിഷ്ണുപ്പനുണ്ട്, അടുത്ത വിഷ്ണുണ്ട്, ഞാനും വിഷ്ണുണ്ട്, വീണ്ടും വിഷ്ണു. 3 വിഷ്ണുമാരും കൂടി ചേർന്നിട്ട് 4 പറ മീൻ അടിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അടിച്ചിട്ട് തന്നെ പോയാൽ മതിയാ. അപ്പോൾ മച്ചാന്മാരതെ കണ്ടല്ലോ, കിടിലൻ ഒരു മണൽ വാഹ. കിടിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നമ്മുടെ. അപ്പോൾ മച്ചാന്മാരതെ കണ്ടല്ലോ, കിടിലൻ ഒരു മണൽ വാഹ. JF 65 അടിച്ച സാധനം കണ്ടല്ലോ. കിട്ടേക്കനൊരു വാഹ. അവനെ കാണണമെന്നുണ്ട് ചേട്ടൻ. പിന്നെ ഇങ്ങനെ അങ്ങ് പിടിക്കണം. നീല കളറെ കണ്ടോ പിന്നിൽ അങ്ങ് വിരിച്ചടാ. പിന്നെ അങ്ങ് വിരിക്കടാ കൊച്ചേ. അതാണ്ടാ എൻ്റെ പിന്നൊക്കെ കണ്ടോ. അല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഇവൻ്റെ പല്ല കണ്ടോ. അറക്കവാള് താറിപ്പോവും. അത് കുട്ട് സാധനം. അത് ഈ സാധനം വെച്ചൊരു പുല്ലനെ ഇട്ട് കൊടുത്താൽ ഇവൻ അടിച്ച് 2 പീസായി കളയും. അത് കുട്ടൊരു മുതലേ അത് കണ്ടല്ലേ. തൂക്കം മാരകം, ഒന്നും പറയാനില്ല. വിഷ്ണു ബ്രോയൊക്കെ അവിടെ നിന്ന് കാസ്റ്റ് ചെയ്യും. ഞങ്ങൾ 3 വിഷ്ണുമാരാട്ടോ അന്ന് കാസ്റ്റ് ചെയ്യാൻ ഇറങ്ങിയേക്കണേ. ഒരു വിഷ്ണു ക്യാമറ എടുക്കുന്നു, ഒരു വിഷ്ണു അവിടെ നിന്ന് കാസ്റ്റ് ചെയ്യുന്നു. കിട്ടില്ല എന്നൊരു വാഹ. കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിടിലം കണ്ടല്ലോ. അപ്പോൾ നമുക്ക് വേറെ കിട്ടുമെന്ന് നോക്കാം. പറഞ്ഞോളൂ, കട പറഞ്ഞ കിടപ്പുണ്ടല്ലോ എന്ന്. ചെറുതാ ചെറിയ വാഹനാണ്. ചെറുത്. ഇതിനെ കളയണ്ട, ഞാൻ കൊണ്ടുപോകണം. വളർത്താൻ കൊടുത്തോളാം. അവൻ്റെ വായിക്കകത്ത് അയ്യോ എൻ്റെ കിറി പറഞ്ഞു പോലും. ഇത് കണ്ടോ, അതെ നമുക്ക് ഇപ്പം അടിച്ചത് അതും ഒരു വാഹനം. ഞാൻ ചെറിയ വാഹനമാണ്, പക്ഷേ വിഷ്ണു ബ്രോ അതിനെ വളർത്താനായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മളവനെ കളയുന്നില്ല. നമ്മൾ ലൈവ് ബോക്സിനകത്തോട്ട് നമ്മളവനെ ഇടാൻ പോകുന്നത് കേട്ടോ. പുള്ളിക്കുത്ത് കണ്ടോ, നല്ല പുള്ളിക്കുത്തല്ലോ. അല്ലേ, നല്ല പാറ്റേൺ. നല്ല പാറ്റേൺ. സഡൻ ആയിട്ടുള്ള അടിയായിരുന്നു. JF-ന്റെ 65 അതിൽ തന്നെയാണ് കേട്ടോ മീൻ അടിച്ചത്. നമുക്ക് എന്തായാലും നോക്കിയേക്കാം. അയ്യോ ഭയങ്കരമായിട്ട് കയറി. അത് തന്നെ ചത്തു പോടോ. എന്തായിരിക്കല്ലേ ജീവനുണ്ടോ? അല്ല, ഇവൻ ചത്തു പോകുന്നു. നീ കണ്ടായിരുന്നല്ലേ? ഞാനതല്ലേ പറഞ്ഞു, ഫോളോ വന്ന് ഞാൻ പറഞ്ഞ പോലെ. വെള്ളത്തിനടി കയറില്ല, വെള്ളത്തിനടി കയറി.
അങ്ങനെ പിടിക്കില്ല, അങ്ങനെ പിടിക്കില്ല, അങ്ങനെ പിടിക്കില്ല. അവൻ ആദ്യം ഒന്ന് ഫോളോ വന്നിട്ട് മുങ്ങി, പിന്നെ പുറകെ വന്ന് അടിച്ചത്. പയ്യ ആദ്യം അടി നല്ല അടിയായിരുന്നു. ഓ ചിന്ന കളറാന്ന് നോക്കി, കിട്ടുക കളറല്ലേ. മോനെ കളറാന്ന് നോക്കിയേ, എന്റെ പൊന്നോ സൈസ് സൈസ് ഒന്നും ഇല്ലല്ലോ ആളല്ലേ. അതെ നമുക്കതുകൊണ്ട് കരിവാഹിന്ന് അല്ലേ മച്ചന്മാരെ കണ്ടല്ലോ, കറുത്ത് കരിമുട്ടി പോലെ ഇരിക്കുന്ന കരിവാഹ ഇപ്പടിച്ച് തരുള്ളൂ. നല്ല ഫ്രഷ് സാധനം ഇപ്പടിച്ച് തരുള്ളൂ. വെട്ടിക്കെട്ട് സാധനം എന്ന് പറഞ്ഞാൽ വെട്ടിക്കെട്ട് സാധനം. അടിച്ചേക്കണ ലൂറ് JF65 കേൾക്കാൻ ലൂറ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ലൂറ്. ഇതിലിപ്പോൾ എത്ര വാഹ അടിച്ചെന്ന് ഒരു എണ്ണമൊന്നുമില്ല, എണ്ണത്തിൽ പറയാൻ പറ്റാത്തത്ര മീൻ അടിച്ചു. പക്ഷേ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി ലൂറ് കേട്ടോ. എൻ്റെ കളറ് നോക്കി, എന്നാ ഒരു കളറാന്ന് നോക്കി, നല്ല കറുത്ത് കരിമുട്ടി പോലെ ഇരിക്കുന്നത്. ഇതിൻ്റെ പല്ല് നോക്കി, ഇതുണ്ട്. പക്ഷെ എൻ്റെ പൊന്നെ അറക്കവാള് മാറി, കത്തുക്കുട്ട് പോല്ല. ഈ സാധനം വെച്ചിട്ടാണ് ഈ ലൂറായിട്ടൊക്കെ അടിക്കുന്നത്. പിന്നെ ലൂറ് പൊട്ടിപ്പോയില്ലെങ്കിൽ അതിച്ചേ ഉള്ളൂ. ഉണ്ടല്ലോ കീടില്ല സാധനം. ഇതിനെ ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ. വിഷ്ണു ശരിക്കും പറഞ്ഞാൽ സ്ട്രൈക്ക് ചെയ്ത് കണ്ടില്ല, പിന്നെ ഫോളോ ചെയ്ത് വന്നടിച്ചത്. അത്രയും സെറ്റായിട്ട് വന്നടിച്ച മീനാട്ടത്. എനിക്ക് പിന്നെ അധികം നേരം നമുക്ക് ഇതിനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ബോഡി ഡ്രൈ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചത്തു. അപ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്ന് പിന്നെ സ്റ്റോറിലോട്ട് മാറ്റിയേക്കാം. അപ്പോൾ അച്ഛന്മാരതേ നമ്മൾ ഫിഷിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ബോട്ട് സൈഡാക്കി. ഉച്ച സമയമാണ്, നല്ല വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്, നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. സാധാരണ ഞങ്ങൾ വൈകുന്നേരം കയറാറ്, പക്ഷേ ഇന്നത്തെ വെയിൽ നമുക്ക് ഒരു രക്ഷയില്ല, ഒരു രീതിയിൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുപോലെ വെയിൽ. കാര്യം കാറ്റുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ലോ ആയിട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ആ വെയിലിൻ്റെ ചൂട് നന്നായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ കയറി. നമുക്ക് ഇന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ മീനും കിട്ടിയിട്ടുണ്ട്. 2 ചെമ്പല്ലിയും കിട്ടി. പിന്നെ ബാക്കി നമുക്കൊരു ചേർമീൻ, വാഹ ഇതൊക്കെ ആയിട്ട് കിട്ടിയത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വാഹക്കുട്ടൻ ചത്തുപോയി. എന്നെ ചെയ്യാൻ അവൻ എന്ത് പറ്റിയതാണെന്നറിയില്ല, ചത്തുപോയി. പിന്നെ നമ്മുടെ സമനകത്ത് ഒരു ചേർമീനും കിടപ്പുണ്ട്, 2 വാഹയും കിടപ്പുണ്ട്. ഒരു ചെറിയ വാഹ, അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഒരു ചെറിയൊരു വാഹക്കുട്ടനുണ്ട്. ഭയങ്കര രസം അവൻ്റെ ഡിസൈൻ. വിഷ്ണുപ്രോ ക്യാമറ നമ്മുടെ വിഷ്ണുപ്രോയുടെ ഒരു ക്യാമറ കേൾപ്പിച്ചു കാണിച്ചത്. നമ്മുടെ കുഞ്ഞു വാഹക്കുട്ടൻ നല്ല രസമാണ് കാണാൻ. ഇതിൻ്റെ അന്ന് പിടിക്കൽ വലിയൊരു ടാസ്ക് ആട്ടോ. വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് ഉമ്മാര് ഭയങ്കര ആദ്യം ഞാൻ ചേർമീനെ കാണിച്ചു കേട്ടോ. ഉണ്ടല്ലോ ഹെവി സാധനം എന്ന് പറഞ്ഞാൽ ഹെവി സാധനം. അത് ഞാൻ ഹെവി എന്ന് പറയാൻ കാരണം ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ വാഹ ഇത് ഉണ്ടല്ലോ, ഏകദേശം വാഹേൻ്റെ അത്രയും തന്നെ സെയിം സൈസുള്ള ചേർമീൻ. ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി സാധനം. പിന്നെ ഇവൻ്റെ ഒരു പ്രത്യേകത, സാധാരണ നമ്മളങ്ങനെ ചേർമീൻ എല്ലാ ചേർമീനൊന്നും കാണാത്തൊരു സംഭവം ഉണ്ട്. ഇവൻ്റെ ഈ ഫിന്നലുണ്ടോ ഭയങ്കരമായിട്ട് വൈറ്റ് കിട്ടും. കാരണം പിടിക്കുമ്പോൾ കാണും, പെട്ടത് കുറേ കഴിയുമ്പോൾ മങ്ങിപ്പോവും. പക്ഷെ ഇവൻ്റെ മങ്ങിയിട്ടൊന്നുമില്ല. നല്ല യെല്ലോ ഷെയ്ഡൊക്കെ കയറിയിട്ടുണ്ട്. നല്ല പാറ്റേണും കാര്യങ്ങളും വന്നിരിക്കുന്നു. ഭയങ്കര നീളമാണ്. ഭയങ്കര നീളം എന്ന് പറഞ്ഞാൽ ഭയങ്കര നീളമാണ്. കിട്ടലിനൊരു ചേർമീൻ. പിന്നെ നമ്മുടെ മെയിൻ ആൾ ഇവിടെ കിടപ്പുണ്ട്. കേട്ടോ ഇത് ഞങ്ങൾക്ക് കിട്ടിയ കരിവാഹ, ഞങ്ങളുടെ കരിമുട്ടി കണ്ണൻ, കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്നത്. ഇവൻ അടിയൊക്കെ വെടിക്കട്ട് അടിയായിരുന്നു കേട്ടോ. അത് പുളിയായിരുന്നു, ഒരു രക്ഷയില്ല. വിഷ്ണുപ്രഭു ആദ്യം കണ്ടില്ല, കാണാതെ കേട്ടോ അടിച്ചതൊക്കെ. ഇതുണ്ടല്ലോ കുഞ്ഞും വാഹയാണ്, ഇത് വളരെ ചെറുതാണ്. പക്ഷെ അവൻ്റെ ദേഹത്തുള്ള പാറ്റേൺ കണ്ടോ, ഡോട്ട് ഭയങ്കര രസമാണ്. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ തലയിലൊക്കെ ഉണ്ട്, ഫുൾ അവൻ്റെ ബോഡിയിലുണ്ട്. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം. ഇതിനെ പിടിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ നമ്മൾ ചെറുതിനെ തിരിച്ചു വിടാറാണോ, പക്ഷേ ഞാൻ കൊണ്ട് വളർത്താൻ. പക്ഷേ ഡാമേജും ഉണ്ട് കേട്ടോ. അവൻ്റെ ചുണ്ടൊക്കെ ലൂറിൻ്റെ ഹുക്ക് കൊണ്ടിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, സർവൈവ് ചെയ്തോളും. കാരണം അത് ഹീലാകത്തില്ല, പക്ഷെ അത് പോവും. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. അവൻ്റെ ഉള്ളിലത്തെ ഭാഗത്തിനൊന്നും പ്രശ്നമൊന്നുമില്ല. കണ്ടോ, ഫീഡൊക്കെ ചെയ്തോളും. നല്ല കളർ, നല്ല രസമുള്ള കളർ. സാധാരണ നമുക്ക് ഇത്ര ഉള്ള വാങ്ങി ഇങ്ങനത്തെ കളർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് എടുത്തേക്കാന്ന് വെച്ചത്. കണ്ടോ, അവനെ ഞാൻ അധികമായിട്ട് ഇതാക്കുന്നില്ല. കണ്ടോ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ കുഞ്ഞൻ വാഹ. അവൻ നമ്മൾ തിരിച്ച് വെള്ളത്തിൽ തന്നെ ഇട്ടു. അപ്പോൾ ഇതാണ് ഇന്നത്തെ കലാപരിപാടി. 2 ചെമ്പല്ലി 3 വാഹ 1 ചേർമീൻ. അതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ. അപ്പോൾ
നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കട്ടയ്ക്ക് സപ്പോർട്ടോടെ ചെയ്യണം. പിന്നെ നല്ല അടിപൊളി വീഡിയോസൊക്കെ വേറെ നമ്മുടെ ചാനലിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഓഫ്ഷോറൊക്കെ പോയിൻ്റെ വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇടാം. അതല്ലാതെ ഒരുപാട് വീഡിയോസ് നല്ല നല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാം കയറി ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.